ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും തക്കാളിയും മുരിങ്ങക്കായും കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ആ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഒരു അലൂമിനിയം ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കുക. ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുരിങ്ങക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂട്ടി നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റും കൊണ്ടൊക്കെ വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി, ഒരു 10 കാന്താരി മുളക്, ഏത് പച്ചമുളകും ചേർക്കാവുന്നതാണ്, 1/4 ടീസ്പൂൺ ജീരകം, ഇത്ര ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം. ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി അത് തേങ്ങയൊക്കെ ചേർത്ത് തിളപ്പിക്കുമ്പോൾ പാകത്തിന് വെന്ത് കിട്ടും. ഇനി അരച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കുക. ആ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകി ബാക്കിയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ചും കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കണം. അതും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. ഈ വെള്ളം ചേർത്തതിലേക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് തിളയ്ക്കുന്നതോടുകൂടി മുട്ട അതിലേക്ക് വരഞ്ഞിട്ട് കൊടുക്കുക. അതിലേക്ക് മസാലയൊക്കെ പിടിക്കാനാണ്. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ തീ ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം എല്ലാം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ മൂടി വെച്ചതൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടക്കറിയൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക്